ആദ്യത്തെ കോവിഡ് കാര്യമായി ബാധിച്ചില്ല. രണ്ടാമത്തെ കോവിഡ് വന്ന സമയത്താണ് ഞാൻ ഇടവകയിലൂടെയൊക്കെ ആൾക്കാർ വീടുകളിൽ പോകാനും അവർക്ക് വേണ്ടി സഹായിക്കാൻ പോകാനും അവസരമുണ്ടായ സമയത്താണ് രണ്ടാമത്തെ പ്രാവശ്യത്തെ 2021 ആണ്ട് ജൂലൈ 31 എനിക്ക് കോവിഡ് പ്രത്യേകമായിട്ട് ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പം അങ്ങനെ അത് ഏറെ എന്നെ പ്രതിസന്ധി കടന്നുപോയി. ആൾക്കാരെല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ സംഭവിച്ചു. പക്ഷേ അഭിനന്ദ പിതാവ് രൂപതയിൽ ഒരു ദിവസം പ്രാർത്ഥനാ ദിവസമായിട്ട് ആചരിക്കാനാണ് ആവശ്യപ്പെട്ടു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും വേണ്ടി പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ദൈവജനം മുഴുവൻ അച്ഛന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഐസിയുവില്ല, മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സിൽ ഐസിയുവിൽ ഞാൻ കിടക്കുകയായിരുന്നു. എനിക്ക് അവിടെ ഓർമ്മയുണ്ട്, എന്നാൽ കാര്യമായ വ്യത്യാസമൊന്നും വന്നില്ല. 2 ദിവസം ഇതിങ്ങനെ ശ്വാസം അങ്ങനെ എൻ്റെ ഇൻഫെക്ഷൻ മുഴുവനായിട്ടുണ്ടായിരുന്നു ബോഡിയിൽ. അപ്പോൾ അതിങ്ങനെ മാറാതായപ്പോൾ ഡോക്ടർ വരെ പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പിതാവ് ആവശ്യപ്പെട്ടിട്ട് അഖണ്ഡ ജപമാല ചെല്ലാൻ ഇടയായി. അഖണ്ഡ ജപമാല ചൊല്ലി തീരുന്ന ആ വൈകുന്നേരം 7 മണിക്കാണ് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ പ്രതികരിക്കുകയും ശരീരത്തിലെ ഇൻഫെക്ഷൻ ലെവൽ താഴേക്ക് പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ അവിടെ ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർ അക്രിസ്തനായ ഡോക്ടറായിരുന്നു. അപ്പോൾ ഫാദർ വന്ന് പ്രാർത്ഥിച്ചു, പിതാവിനെ അറിയത്തില്ല, ഫാദർ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഇറ്റ് ഈസ് മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പെട്ടെന്ന് എനിക്ക് വന്ന് 10 ദിവസത്തിനായി ഞാൻ അവിടെ നിന്ന് ICU നിന്ന് ഞാൻ മാറി. ഞാൻ വാർഡിലേക്ക് മാറി. ഒരാഴ്ച കഴിഞ്ഞ് മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ ആയിരുന്നത്. ആളുകളെല്ലാം അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ 8 ഞാൻ അവിടെ പള്ളിയിൽ തിരിച്ചെത്തി. അവിടെ ഓഗസ്റ്റ് 15 ഞാൻ ആശുപത്രി ഡിസ്ചാർജായി. സെപ്റ്റംബർ 1 ഞാൻ അവിടെ തിരിച്ചെത്തി. അങ്ങനെ ആ പള്ളിയിൽ ചേർന്ന് മാതാവ് പ്രത്യേകമായ ഒരു മധ്യസ്ഥം അനുഭവിച്ച ദിവസങ്ങളായിട്ടൊന്ന് മാറുകയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഒരു വർഷം ശേഷമാണ് ബൈബിൾ പകർത്തി എഴുതാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ ആരംഭിച്ചത്.